പ്രേക്ഷകരെ ആകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടേത്. ആ വേർപാട് ഒരു തീരാനോവായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ്. സുധി പോകുമ്പോൾ രണ്ട് മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുധി പോയത്. രേണു സുധിയുമായി ബന്ധപ്പെട്ട് പല ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. 3 ഭാര്യമാരുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്നാൽ ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമായിരിക്കെ പുതിയൊരു വാദവുമായി മറ്റൊരു സ്ത്രീയും രംഗത്തെത്തിയിരിക്കുകയാണ്. കിച്ചുവിനെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് താനാണെന്നാണ് ഇന്ദു തിരുവല്ല എന്ന സ്ത്രീ പറയുന്നത്. കുഞ്ഞിനെ ഒന്ന് നോക്കാമോ എന്ന് സുഹൃത്ത് ചോദിച്ചത് പ്രകാരം നോക്കുകയായിരുന്നു. തന്റെ നെഞ്ചത്തെ ചൂട് തട്ടിയാണ് അവനെ ഉറക്കിയത്. ശാലിനി കിച്ചുവിന്റെ അമ്മയാണെന്നത് 100% സത്യമാണ്. പക്ഷെ ശാലിനിക്ക് അവനെ പ്രസവിച്ച കടമയേ ഉള്ളൂ. അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അത് ഞാനാണ്. അവന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്നലെയും അവനെ വിളിച്ച് ഞാനാണത് പറഞ്ഞത്. നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും അമ്മയോട് പറയാമെന്ന്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഇത് കാണുന്നവർ ചോദിക്കും. കിച്ചുവിന് 4 വയസ്സായ ശേഷം സുധി കിച്ചുവിനൊപ്പം താമസം മാറുകയായിരുന്നെന്ന് ഇന്ദു തിരുവല്ല പറയുന്നു. കിച്ചുവിന്റെ അമ്മ ശാലിനിയെയും സുധി രണ്ടാമത്തെ ഭാര്യ വീണ എസ് പിള്ളയെയും തനിക്ക് അറിയാമെന്ന് ഇന്ദു തിരുവല്ല പറയുന്നുണ്ട്. എന്നാൽ രേണുവിനെ താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇന്ദു പറയുന്നു. രേണുവിനെ ഇന്ദു വിമർശിക്കുന്നുമുണ്ട്. രേണു അവനോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എൻ്റെ സുധിച്ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണെന്ന് എപ്പോഴും പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അറിയണം. കൊച്ച് 5ലോ 6ലോ പഠിക്കുമ്പോൾ ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇവർ വിമർശിക്കുന്നു.